പേര് വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഇൻവേഴ്സ് എന്താന്ന് മനസ്സിലായി. ഇൻവേഴ്സ് കഴിഞ്ഞാല് നമ്മള് ഇത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ അതിൽ മസ്റ്റ് ആയിട്ട് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരണം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ആകാം, കോസ് ആകാം, ടാൻ ആകാം, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് വരണം. അല്ലെങ്കിൽ കൊസീക്ക് ആകാം, സീക്ക് ആകാം, എന്ത് വേണമെങ്കിലും. എന്തായാലും ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അതിൽ മസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിപ്പോ ഇങ്ങനെ അതായത് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഹാഫ്. അപ്പൊ ഇതൊരു എന്താണ്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. കാരണം ഇവിടെ ഇൻവേഴ്സിന്റെ സിമ്പലും ഉണ്ട്, പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ ഇതിനെ വിളിക്കുന്നതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സും ഉണ്ട്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ചേർന്ന് വരുന്നത് കൊണ്ട് അതിനെ വിളിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം എന്താ വെച്ചാല് സൈനിന്റെ ഏത് ആംഗിളിനാണോ ഹാഫ് വരുന്നത് അതാണ് അതിന്റെ ആൻസർ. നമുക്കറിയാം സൈൻ 30 ആണ് ഹാഫ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഡിഗ്രിയിൽ ആൻസർ ചെയ്തില്ല. അപ്പൊ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 30 എന്ന് പറഞ്ഞാൽ 180/6 ആണ്. 180ക്ക് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ പൈ ആണ്. സോ ഇതിന്റെ ആൻസർ π/6 വരും. ഇതാണ് ഇൻവേഴ്സിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. നിങ്ങൾ പഠിച്ചതാണ് എങ്കിലും ഒന്നുകൂടെ പറയാണ്. ഇൻവേഴ്സും ട്രിഗ്നോമെട്രിയും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. സോ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. എഴുതിക്കോളൂ, നോട്ട് എഴുതിക്കോളൂ. An equation involving inverse and trigonometric functions, inverse and trigonometric functions are called the inverse trigonometric function. Are called the inverse trigonometric function. Example, if sin theta is equal to half, sin theta is equal to half, then theta is sin inverse half, sin inverse half is equal to 30 degree is equal to π/6 is equal to π/6 π/6. Hope you are clear. അല്ലേ? കൺസെപ്റ്റ് മനസ്സിലായി. ഇൻവേഴ്സ് സിംബലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും കൂടി വരുന്നതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. എക്സാമ്പിൾ എഴുതി. സോ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണ്. Now എഴുതിക്കോളൂ.
ഹലോ സർ കൊടുക്കാം. ഇന്ന് കയറും. ഇന്ന് ചാപ്റ്റർ ഫുൾ ആകും കേട്ടോ. അപ്പൊ ഞാൻ സാർ എന്നോട് ഒരു പതുക്കെ എടുത്താന്ന് പറഞ്ഞോണ്ടാണ്. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നെക്സ്റ്റ് എഴുതിക്കോളൂ. ഡൊമൈൻ റേഞ്ച്. അപ്പൊ അതിന്റെ ഹെഡിങ് കൊടുക്കേണ്ടത് എഴുതിക്കോളൂ. The following table gives the following table gives the range of the inverse trigonometric function. Range of the inverse trigonometric function. First one, sine inverse. Closed pi by 2 to pi by 2. Closed pi by 2 to pi by 2. Range മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് cos inverse. Closed 0 pi. Closed 0 pi. Tan inverse. Open minus pi by 2 to pi by 2. Next, cosec inverse. Closed minus pi by 2 to pi by 2 minus set 0. Minus set 0. Minus set 0. നാലെണ്ണായി. Sine, cos, tan. Sine, cos, tan. ഇപ്പൊ cosec കൂടി നമ്മൾ എഴുതിയിട്ടുണ്ട്. So write it. Cosec. Next one, sec inverse. Sec inverse. അത് cos ന്റെ തന്നെ. Close to 0 pi. അതിൽ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട വാല്യൂ pi by 2 മാത്രം. Set pi by 2. Set pi by 2. Last one, cot inverse. Open 0 pi. Open 0 pi. Open 0 pi. ഇതെന്തിനാ നമ്മൾ ഈ റേഞ്ച് പഠിക്കുന്നത് വെച്ചാല് നമ്മള് ട്രിഗ്നോമെട്രി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ
കാണുന്നുണ്ട്. നെക്സ്റ്റ് എഴുതിക്കോളൂ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണം. അതിനു മുമ്പ് വാല്യൂസ്, ടേബിൾ വാല്യൂസ് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. സൈന്, കോസ്, ടാൻ. 0 degree, 30 degree, 45 degree, 60 degree, 90 degree. 0, half, 1 by root 2, root 3 by 2, 1. അത് നേരെ തിരിച്ചു ചെയ്യുക. 1 root 3 by 2, 1 by root 2, 1 by 2, 0. ഇത് 0, 1 by root 3, 1, root 3, infinity. ഇനി ക്വാഡ്രന്റ് കൂടി വരച്ചോളൂ. ഇവിടെ എല്ലാം പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. all silver tea cups. all positive, sign positive, tan positive, cos positive. ഇത്രയും കാര്യങ്ങൾ കൂടി നോട്ടില് എഴുതാം. യെസ്, നമ്മള് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാണ്. എഴുതിക്കോളൂ. ഫസ്റ്റ് വൺ. അപ്പൊ അത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ ഇയറിലെ കുറച്ച് ഫോർമുലാസും കൂടി, ഒരു സെറ്റ് കൂടി എഴുതി നിങ്ങൾക്ക് എളുപ്പമുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫോർമുല ചെയ്തു. സൈൻ ഇൻവേഴ്സ് മൈനസ് തീറ്റ minus sin inverse theta. Sin inverse minus theta minus sin inverse theta. ഇതേപോലുള്ളത് അടുത്തത് സൈനിന്റെ റെസിപ്രോക്കൽ ആയ കൊസീക്കൻ ആണ്. കൊസീക് ഇൻവേഴ്സ് മൈനസ് തീറ്റ മൈനസ് കൊസീക് ഇൻവേഴ്സ് തീറ്റ. കൊസീക് ഇൻവേഴ്സ് മൈനസ് തീറ്റ മൈനസ് കൊസീക് ഇൻവേഴ്സ് തീറ്റ. ടാനിനും ഇതേ റൂളാണ്. tan inverse minus theta minus tan inverse theta. tan inverse minus theta minus tan inverse theta. ഇവര് 3 പേര് ഒരുപോലെയാണ്. ഇനി ബാക്കിയുള്ള 3 പേര് ഒരേപോലെയാണ്. അപ്പോൾ ഈ 3 അടുപ്പിച്ച് എഴുതിക്കോളൂ. sin inverse minus theta, ആംഗിളിന്റെ നെഗറ്റീവ് പുറത്തേക്ക് വരും. സോ മൈനസ് sin inverse theta. അത് തന്നെയാണ് അതിന്റെ റെസിപ്രോക്കൽ ആയ കൊസീക്കിനും, അത് തന്നെയാണ് അത് മുകളിൽ വരുന്ന ടാനിന്റെയും ഫോർമുല. സെയിം, നെഗറ്റീവ് ഔട്ട്സൈഡ് വരും. ആ 3 ഫോർമുലാസ് നമ്മൾ അങ്ങനെ ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത 3 എണ്ണം എന്ന് പറഞ്ഞാല് എഴുതിക്കോളൂ. നെക്സ്റ്റ് 3 എണ്ണം. നെക്സ്റ്റ് 3 എണ്ണം കോസ് ഇൻവേഴ്സ് മൈനസ് തീറ്റ. അത് നെഗറ്റീവ് പുറത്തു വരല്ല ചെയ്യുക. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് തീറ്റ. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് തീറ്റ. ഇത് തന്നെയാണ് സീക്കിന്റെയും റൂള്. സീക്ക് ഇൻവേഴ്സ് മൈനസ് തീറ്റ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് തീറ്റ. നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ് മൈനസ് തീറ്റ pi minus cot inverse theta. Pi minus cot inverse theta. Cot inverse minus theta is pi minus cot inverse theta. Pi minus cot inverse theta. Yes. So നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എഴുതിക്കോളൂ.
find the principal value of the following. Principal value of the following. Find the principal value of the following. Find the principal value of the following. Find the principal value of the following. First question. Sine inverse minus half. Sine inverse minus half. Sine inverse minus half. ഇപ്പൊ എഴുതിയ ഫോർമുല നോക്കിക്കോളൂ. സൈനിന്റെ ആംഗിൾ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ഔട്ട്സൈഡ് വരണം. സോ ഇത് മാറ്റിയിട്ട് മൈനസ് സൈൻ ഇൻവേഴ്സ് ഹാഫ് ആകും. സൈനിന് ഹാഫ് വരുന്ന ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ടേബിളിലുണ്ട്. 30 ആണ്. അത് പൈയുടെ ടേംസിലേക്ക് മാറ്റാം. സോ ദ ആൻസർ ഈസ് മൈനസ് പൈ ബൈ 6. മൈനസ് പൈ ബൈ 6. അതാണ് അതിന്റെ ഫൈനൽ ആൻസർ. മൈനസ് പൈ ബൈ 6. മൈനസ് പൈ ബൈ 6. മനസ്സിലായല്ലോ അല്ലെ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. cos inverse root 3 by 2. 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 Cos in root 3 by 2 വരുന്ന ടേബിൾ വാല്യൂ നോക്കിയിട്ട് cos in root 3 by 2 ടേബിൾ വാല്യൂ വരുന്നത് നോക്കിയിട്ട് എഴുതാം. Cos inverse root 3 by 2 same ആണ്. That is also 30 degree, which is pi by 6. പോസിറ്റീവ് വന്നാൽ പ്രശ്നമില്ല, വെറുതെ ടേബിൾ വാല്യൂസ് മാത്രമേ എഴുതണ്ടൂ. നെഗറ്റീവ് വരുമ്പോഴാണ് ഇൻവേഴ്സിന്റെ ആ റൂള് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളത്. യെസ്. നെക്സ്റ്റ് വൺ, tan inverse minus root 3. Tan inverse minus root 3. Hello, sir. ശരി, 5 മിനിറ്റ് കഴിഞ്ഞ് ഇന്റർവെൽ പറയണം. എന്നിട്ട് ആദ്യം ഇതേപോലെ ലിങ്കിൽ കാണണം. ശരി, ആയിക്കോട്ടെ. ശരി ശരി. ശരി. അപ്പൊ tan inverse minus root 3. ടാനിന്റെ റൂൾ നോക്കിയിട്ട് എഴുതും കേട്ടോ. tan inverse minus root 3, നെഗറ്റീവ് പുറത്ത്. ടാനിന് root 3 വരുന്നത് 60ക്കാണ്. that is pi by 3. That is pi by 3. അപ്പൊ ആൻസർ minus pi by 3. Minus pi by 3. Next one, cos inverse minus half. Cos inverse minus half. Cos inverse minus half. Cos ന്റെ ആംഗിൾ നെഗറ്റീവ് വരുമ്പോ 1 2 3 നാലാമത്തെ റൂള് നോക്കിയിട്ട് ചെയ്യൂ കേട്ടോ. cos inverse minus half, ഇത് pi minus cos inverse half ആകും. that is pi minus cos ന്റെ ഹാഫ് ആംഗിൾ വരുന്നത് pi by 3 ക്കാണ്. LCM എടുത്താൽ ആൻസർ is 2 pi by 3. Answer 2 pi by 3. Answer 2 pi by 3.
next find രണ്ട് മൂന്ന് വാല്യൂസ് ക്ലബ് ചെയ്തിട്ടുള്ള കേട്ടോ. ഫൈൻഡ് tan inverse 1 tan inverse 1 അത് വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് ഏതാ റിക്വയർമെന്റ് എന്ന് അറിയില്ലായിരുന്നു. ഇന്റഗ്രൽസ് വേണമെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഡിഫറൻസിയേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും വെച്ചാൽ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഇത് ഈ ചാപ്റ്റർ ഇന്ന് ഓൾമോസ്റ്റ് നമുക്ക് കുറെ MCQ കൂടി ചെയ്യാം. അതിനുശേഷം നമുക്കത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രൽസ് ആണ് ആവശ്യമെങ്കിൽ അതിലേക്ക് കയറാം. ഓക്കെ 3D ഓൾസോ ഓക്കെ 3Dയും ചെയ്യാം കേട്ടോ. ബിഫോർ നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് അത് ചെയ്യണം. ശരി അത് ചെയ്യാം. ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുത്തിട്ട് നമുക്ക് ആദ്യം അത് എടുത്ത് പോവാം. ഓക്കെ ശരി. അപ്പൊ ഇത് എഴുതിക്കോളൂ. tan inverse 1 tan inverse 1 plus cos inverse minus half plus sin inverse minus half. Tan inverse 1 ഓക്കെ ശരി ശരി കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലസിലേക്ക് കയറാൻ പതുക്കെ. ഓക്കെ ശരി. അപ്പൊ ചെയ്തോളൂ. tan inverse 1 വാല്യൂ π/4 റൂൾ ആലോചിച്ച് ചെയ്യണേ. π/4 പ്ലസ് കോസിന് നെഗറ്റീവ് വന്നാൽ π മൈനസ് കോസ് ഇൻവേഴ്സ് ഹാഫ് ആണ്. സൈനിന് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പുറത്തോട്ട് വരണം. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഹാഫ്. സിംപ്ലിഫൈ ചെയ്യും. π/4 പ്ലസ് π മൈനസ് ഇത് വരുന്നത് π/3 മൈനസ് ഇത് വരുന്നത് π/6 സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ. ഇപ്പൊ നിർത്താം. കഴിഞ്ഞു ശരി. ശരി. ഇനി നമുക്ക് പതുക്കെ ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. ഒരു 5 അല്ല 10 minutes കേട്ടോ. ആഫ്റ്റർ 10 minutes നമുക്ക് ഇങ്ങോട്ട് വരാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് അപ്പോഴേക്കും എടുത്തോണ്ട് വരും. ഇത് നമുക്ക് ചെയ്യുമ്പോ ഇത് വരുന്നത് π/4 പ്ലസ് π മൈനസ് π/2 LCM എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ ഇത് 4 LCM. സോ π പ്ലസ് 4π minus 2π the whole by 4 3π/4 5π minus 2π 3π/4 അതാണ് ഫൈനൽ ആൻസർ. കാൽക്കുലേഷൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഒരു 10 minutes ബ്രേക്ക് ആണ്. അത് കഴിഞ്ഞിട്ട് പോരുക. ഓക്കെ അപ്പൊ ശരി ശരി കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ പ്രയോറിറ്റി അനുസരിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. അത് നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എക്സാമിന് മുമ്പ് അത് തീർത്ത് തരാം. സോ ഏതാ പ്രയോറിറ്റി വെച്ചാൽ നിങ്ങളൊരു ലിസ്റ്റ് സാറിനെ ഏൽപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഓടി വന്നോളൂ കേട്ടോ. ബൈ. ശരി. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ നെറ്റ്വർക്ക് കവറിംഗ്